ഇൻട്രസ്റ്റോട് ചേർത്ത് 115 crores. 5 days സമയം തരുന്നു. അതിനുള്ളിൽ തിരിച്ചു തന്നില്ലെങ്കിൽ പൂച്ചയ്ക്ക് കണ്ണു കാണാൻ പറ്റിയില്ലെങ്കിലേ എലി നിക്കർ ഒരു ഡാൻസ് ചെയ്തെന്നൊക്കെ ഇരിക്കും. അവൻ്റെ ആ പോക്ക് കണ്ടായിരുന്ന നിന്റെ മുന്നിൽ വന്ന് നിന്നാ മുള്ളാൻ മുട്ടുന്നവനാ. ഇപ്പൊ നിനക്ക് വാണിംഗ് തന്നിട്ട് പോയിരിക്കുന്നുണ്ടില്ലേ? 25 വർഷമായി ഞാനോട് ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്നെ എതിർത്തവരെല്ലാം ഓരോന്നായി ഞാൻ കൊന്നുകളഞ്ഞു. പക്ഷെ ഇപ്പോഴത്തൻ അവന്റെ വാക്ക് കേട്ട് മറ്റൊരുത്തൻ ഇങ്ങനെ ഓരോരുത്തന്മാരായി എനിക്കെതിരെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പന്ന കഴിവരുടെ മോൻ മാത്രം എന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് അവന്റെ മുഖത്ത് ഞാനൊരു ഭയവും കണ്ടില്ല. അവനെ എങ്ങനെയെങ്കിലും കൊന്നുകളഞ്ഞിട്ട് ആ കോളനി എനിക്ക് സ്വന്തമാക്കണം. ഇവിടെ വീണ്ടും എനിക്ക് ഭരിച്ചേ മതിയാവൂ. എന്ത് ചെയ്യണം ഞാൻ അതിനു വേണ്ടി? എല്ലാം പോയി എനിക്ക് ഇല്ല. ധർമ്മ, അവനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിനക്കറിയോ? നമ്മുടെ ആൾക്കാർ പുറകിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. അവന്റെ പുറകിലുള്ളവർക്ക് അവനാണ് ധൈര്യം. അവൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മരണം നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അവൻ ഇനി ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. അണ്ണാ, അവൻ 2 ദിവസത്തിനകം വിശാഖപട്ടണത്ത് പോകുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാ. അവൻ വൈശാഖിൽ നിന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. ഞാനാ പറയുന്നേ. അണ്ണാ, ബസ് അങ്ങോട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. അവന്മാർ എന്നെ തെരഞ്ഞ് ഇവിടെയും വന്നിട്ടുണ്ട്. നീ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോൾ വരാം. നിന്നെ ഒരുത്തനെ കൊന്നാ മതി എനിക്ക്. ധർമ്മ എനിക്ക് നല്ലൊരു പൊളിറ്റിക്കൽ കരിയർ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനി നിന്നെ എനിക്ക് എന്താടാ?
പുറകെ നിന്ന് കുത്തുന്നതല്ലടാ ആണത്വം. പേരുക്കൾ അങ്ങനെ ചെയ്യുന്നത്. ആണായിട്ട് നീ എന്നെ മുന്നിൽ നിന്ന് കൊല്ലടാ. കൊല്ലടാ. കൊല്ലാൻ. കൊല്ലാൻ. ഇവന്റെ ശവമെടുത്ത് അവന്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുക. നിന്റെ മോൻ എന്നെ അങ്ങനെ ഉണ്ടാക്കി കളയും ഇങ്ങനെ ഉണ്ടാക്കി കളയും എന്നൊക്കെ നീ വലിയ ഡയലോഗ് അടിക്കുന്ന കേട്ടല്ലോടി. ദേ ഇപ്പൊ നിന്റെ കൺമുമ്പിൽ തന്നെ അവൻ ചത്ത് കിടപ്പുണ്ട്. എണീപ്പിക്കടി അവനെ. പറ്റുമോ നിനക്ക്? ആകസ്മികമായി നിന്നെ അവിടെ കൊണ്ടുവന്നത്. ബോഡി നിറയെ മുറിവുകളുമായി ജീവന് വേണ്ടി പൊരുതുന്ന നിനക്ക് ഏറ്റവും വേണ്ടത് കത്തിക്കരിഞ്ഞ നിന്റെ മുഖത്തിന് പകരം മറ്റൊരു മുഖമായിരുന്നു. എത്രയോ പേർക്ക് ധൈര്യം പകർന്ന എൻ്റെ മകൻ്റെ മുഖം എനിക്കും വേണം. മെഡിക്കൽ രംഗത്ത് പോലും ഒരുപക്ഷെ അത്യപൂർവമായിരുന്നിരിക്കാം ഈ സർജറി. ഇതെല്ലാം നിന്നോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു മോനെ. അപ്പോഴേക്കും നീ പോയി കഴിഞ്ഞിരുന്നു. അന്ന് തൊട്ട് നിന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ചേട്ടൻ മരിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? കൊന്നു കളഞ്ഞ ഈ നായിന്റെ മോനെ. എന്തിനാടാ എന്നെ കൊല്ലാൻ വരുന്നത്? നിക്ക്, നിക്കടാ. നിർത്താൻ
ആരാടാ നീ? എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? പറയടാ. ഹേയ്, ഹേയ്. ഇനി ആരൊക്കെയോ ബാക്കിയുണ്ട്. ഇവര് വന്നത് എനിക്ക് വേണ്ടി ആയിരിക്കില്ല. ഈ മുഖത്തിന് വേണ്ടി ആയിരിക്കും. ആരായിരിക്കും ഇവൻ? ആരായിവൻ? പറയടാ. അവരിപ്പോ ഹൈദരാബാദിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ നീ തന്നെയായിരുന്നു നിന്റെ മകളെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അല്ലേ? ഞാൻ എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടുന്ന എന്തും ചെയ്യൂടാ. ഇൻസ്പെക്ടർ ബായ്. അവിഹിത ബന്ധം കൊണ്ട് ഭാര്യയെ കൊന്ന് ആത്മഹത്യ ചെയ്ത ഭർത്താവ് നാളത്തെ പത്രത്തിൽ വന്നിരിക്കണം. അജയ് അണ്ണാ, അവൾ എന്നെ മോഹിപ്പിച്ച് കളഞ്ഞു. നമുക്ക് ആ സത്യം കൊന്നു കളഞ്ഞേക്കാം. അവര് ഹൈദരാബാദിലെത്താൻ പാടില്ല. അത് ഞാൻ ഏറ്റെണ്ണ. എല്ലാ തെളിവുകളും നശിപ്പിച്ചേക്കണം. മറക്കണ്ട. അണ്ണാ, ബസ് അങ്ങോട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? പന്നികളെ happy journey.
ദേവാ, ബസ് അങ്ങ് കത്തിക്കട്ടെ. രണ്ട് ദിവസത്തെ ടൈം തന്നു. ഒന്ന് ഇയാൾക്ക് ജീവനുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ കളിപ്പിക്കാൻ നോക്കിയാ തിന്നുകളയോ? ഡൗട്ടാ? അതൊക്കെ പോട്ടെ, അന്നെന്തോ പറഞ്ഞല്ലോ 4 പേരെ തട്ടിക്കളയുന്നൊക്കെ, എന്നിട്ടൊന്നും നടന്നില്ലല്ലേ? അതിനു വേണ്ടി തന്നെ ഞാൻ പോകുന്നത്. ആഹാ, ആരാണോ? എക്സ്ക്യൂസ് മീ, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു, അവനെ കാണാനാ. ഫ്രണ്ട് കോൾ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. ഹലോ. ദേവയാടാ, എന്നോട് വരാൻ പറഞ്ഞില്ലേ? ഞാൻ വന്നു. ഒന്ന് ചുമ്മാ ഇരടാ, ഞാൻ വിളിച്ചോടനെ ദേവ ഇവിടെ വരുമോ? ഡേയ്, നീ എന്നെ കുരങ്ങളിപ്പിക്കാ? ഒക്കെ ഞാൻ മനസ്സിലാക്കി തരാവടാ. ഞാൻ വിളിച്ചോടനെ ഇങ്ങ് വരാൻ ദേവ എന്താ ചൊറിയും കുത്തിരിക്കുകയാണെന്നാണ് കരുതിയേ? നിക്കടാ അവിടെ. എവിടാ നീ? ദേവ ഇവിടെ നിൽക്കുവാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അണ്ണാ, എന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ശരിക്കും നീ ആരാ? പറയടാ. വേണ്ട, വേണ്ട. നീ എന്തായി കാണിക്കുന്നേ? നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? പറയടാ. 10 മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി വിശാഖപട്ടണത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഒരു ബസ് പുറപ്പെട്ടു. അതിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. മറന്നോ നീയെ? സത്യത്തിൽ നീ ആരാന്ന് പറ. സത്യ നിനക്ക് വേദനിച്ചല്ലേ? ഇത്രയും പേരെ ക്രൂരമായി കൊന്ന നിനക്ക് വേദനിക്കുന്നെങ്കിൽ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയാത്ത പാവന്റെ ദീപ്തി, അവൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുള്ളതായിട്ട് മോനെ. പറയവനോട്. ദേവാ, എവിടെയാ നീ? അണ്ണ, ഇവൻ എന്നെ ഇപ്പൊ കൊല്ലും അണ്ണ. ആര്? എനിക്കറിയില്ല. എവിടെ ഉണ്ടവൻ? അണ്ണ, ദേവ എവിടെ ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കണം. എന്നെ ഒന്ന് ചെയ്യല്ലേ പ്ലീസ്. അന്നെന്റെ ദീപ്തിയെ ഒന്നും ചെയ്യല്ലേന്ന് ഇതുപോലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? അത് നീ കേട്ടിരുന്നു. പ്ലീസ് എന്നെ ഒന്ന് ചെയ്യല്ലേ. ഇത്രയും നാൾ മറ്റുള്ളവരെ കൊല്ലുന്നത് നിനക്കൊരു ഹരമായിരുന്നെങ്കിൽ ഇപ്പൊ മുതൽ നീ നിന്റെ മരണത്തെ ആസ്വദിക്കാൻ പോവാ. ഹാപ്പി ജേർണി. ഹാപ്പി ജേർണി. ആ ഫാൻ കറങ്ങുന്നില്ല, നോക്ക. കിളവാ, ഇങ്ങ് വാ. ഈ ഏരിയയിൽ 18 വയസ്സ് തികഞ്ഞവരാരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ ഒപ്പ് ഇതിലുണ്ടാവണം. ഈ ഏരിയ മൊത്തം ധർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ മാറി തന്നേക്കാമെന്നും അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ ഒബ്ജക്ഷൻ ഇല്ലെന്നും ഇതിലെഴുതിയിട്ടുണ്ട്. അണ്ണാ,
2 മാസത്തിനുള്ളിൽ എൻ്റെ മോളുടെ കല്യാണമാ. പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാ അത് കൊള്ളാം. എന്നാ നീ ഒരു പണി, നിന്റെ മോളെ എൻ്റെ കൂടെ പറഞ്ഞേച്ചേക്ക്. എന്തിനാ വെറുതെ കല്യാണമൊക്കെ? ഞാൻ അവളായിട്ടൊരു ഫസ്റ്റ് ഷോയും കഴിഞ്ഞ് പറഞ്ഞു വിട്ടേക്കാടാ. എവിടാ നിന്റെ മോള്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? നിനക്കൊക്കെ 2 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാവന്മാരും ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നിരിക്കണം. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തിരുമേനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ജീവനോടുണ്ട്. എവിടെ വെച്ച് വേണേലും കല്യാണം നടത്താം. എല്ലാരും ഇവിടെ ഇങ്ങനെ? നീ പോയി ഒപ്പിട്. ഒപ്പിടാനോ? എന്തിന്? മുരുകൻ ഇവിടെ വന്നിരുന്നടാ. എല്ലാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. എന്തിനാ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ മണ്ണി ജനിച്ച് ഇവിടെ വളർന്നിട്ട് എത്ര കഷ്ടപ്പെട്ടാ നമ്മളിതെല്ലാം ഉണ്ടാക്കിയത്. ഉള്ളതെല്ലാം മിച്ചം പിടിച്ചും പട്ടിണി കിടന്ന് മറ്റും നമ്മൾ ഉണ്ടാക്കിയതല്ലേ ഈ കാണുന്നതൊക്കെ. എന്നിട്ടെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞാ എവിടെ പോവച്ചാ നമ്മള്? എടാ, എന്താടാ ഇങ്ങനെ? നീ കരയുന്നെന്തിനാ? ഇവിടെ നിങ്ങൾ തളർന്ന ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ കരയേണ്ടി വരും. അതിനിട വരുത്തരുത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ മണ്ണെന്ന് നീ മുമ്പേ പറഞ്ഞില്ലേ? എന്നിട്ട് ഇത് നഷ്ടപ്പെടുത്തണം നിനക്ക്? ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ചെന്ന് ചോദിക്കും. അവരെന്നെ കൊല്ലൂടാ. നിങ്ങൾ ഇനിയും അവൻ ജീവനോട് വെച്ചേക്കെന്ന് തോന്നുന്നുണ്ടോ? അവൻ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള പേടി കൊണ്ട് ഓരോ നിമിഷവും നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ഡേ ചരൺ, ഇത് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നമ്മുടെ കോളേജിൽ ഇതുപോലെ സിമ്പിൾ പ്രശ്നമല്ലത്. ധർമ്മയോട് അവൻ ധർമ്മയെന്ന് വെച്ചാരാടാ? അവനെന്താ മനുഷ്യനല്ലേ? ഒരെണ്ണം കൊടുത്താൽ അവന് വേദനയ്ക്കില്ലേ? കുത്തിയാൽ അവന്റെ ദേഹത്തുനിന്ന് ബ്ലഡ് വരില്ലേ? മോനെ, നിന്റെ ലോകം വേറെ, ഞങ്ങളുടെയൊക്കെ ലോകം വേറെ. അവനെ എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ലാഞ്ഞിട്ടാ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ എവിടെങ്കിലും കിടന്ന് മരിക്കണം. എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നത്? ഇനി സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഇവൻ പറഞ്ഞത് ശരിയാ. ഇത്രയും പേരുണ്ടായിട്ടും എന്താ അവനെ എതിർക്കാൻ ആർക്കും വയ്യേ? ആരോടാ നീ എതിർക്കുന്നേ? ആ നിൽക്കുന്നവരുടെയൊക്കെ അനുഭവം നിനക്ക് അറിയാലോ. എതിർക്കാൻ നടക്കുന്ന ഒരുത്തനെ കണ്ടില്ലേ? ശാരദേ, എവനൊന്ന് വിളിച്ചോണ്ട് പോ. മോനെ, മോൻ ചെല്ല്. വീട്ടിൽ ചെന്ന് AC ഒക്കെ ഇട്ടുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങ്. ചെല്ല്. It's almost 3,000 crore project. It's 3 lakh square feet build-up area. ఈ ప్రాజెక్ట్లో షాపింగ్ మాల్స్, మల్టీప్లెక్సెస్, IT పార్క్. ആ കോളനി താമസിക്കുന്നൊരുത്തിന് അണ്ണനെ കാണാൻ വന്നിരിക്കുന്നു. ഏയ് വാ. 2 മാസത്തിനകം അവിടുന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ? 400-ലധികം കുടുംബങ്ങളാണ് സാർ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. അതിന് ഇവിടുന്ന് വിചാരിച്ചാൽ വേറെ എവിടേക്കെങ്കിലും ആ പ്രോജക്റ്റ് മാറ്റാൻ No chance. ഈ ചെയ്യുന്നത് കൂടുതലായി പോയി സാർ. ഞങ്ങളെയൊക്കെ വഴിയാധാരമാക്കിയിട്ട് നീയൊക്കെ അവിടെ എന്തുണ്ടാക്കാൻ പോവാ? ഇന്ന് വരെ ഈ ഗേറ്റ് കിടന്ന് ഒരുത്തനും ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാനിവിടെ വന്നു. നാളെ മറ്റൊരുത്തനായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഇനി 1000 പേര് നിന്നോട് ചോദിക്കാൻ ഇവിടെ വന്നിരിക്കും. അപ്പൊ നീയൊക്കെ എന്ത് ചെയ്യൂടാ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുത്തന്റെ ശബ്ദം ഇന്ന് എനിക്കെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരുത്തന്റെ ശബ്ദം ഉയർന്നിരിക്കും. അത് സംഭവിച്ചുകൂടാ. മുരുക,
നിന്റെ മോൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നോട് ചോദിക്കാൻ 1000 പേര് വരുമെന്ന്. വരട്ടെ. ആ ഗേറ്റ് കടന്ന് ഇവിടെ വരാൻ ഏതെങ്കിലും ഒരുത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഈ ശവം കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഇവന് ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ. ഇപ്പൊ മനസ്സിലായോ മോനെ, എന്തിനാ എന്റെ കുഞ്ഞിനെ ഞാൻ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന്? അത് തന്നെ സംഭവിച്ചില്ലേ ഇപ്പോ? അവന്റെ അമ്മയ്ക്ക് അവനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യും ഞങ്ങളിനി? ഇവിടെ ഒരാൾക്ക് പോലും അവന്റെ ശരീരം ഇവിടെ എത്തിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അവന്റെ വീട് എവിടെടാ? ചരൺ, ഒന്നും വേണ്ടടാ, വിട്ടേക്ക്. ധർമ്മയോടെ എന്തിനാ? അവന്റെ വീട് എവിടെടാ? തെറ്റുപറ്റിപ്പോയടാ. അവനെപ്പോലൊരു പാവത്തിനെ കൊന്നുകളഞ്ഞ നിനക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. ഇപ്പൊ ഇവിടെ ഈ നിമിഷം വരെ നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ നിന്റെ ഓരോ പ്രവൃത്തികൾക്കുമുള്ള ശിക്ഷ ഞാൻ തരാൻ പോവാ. ഇപ്പം നിന്നെ എനിക്ക് കൊല്ലണമെന്നുണ്ട്. പക്ഷെ നീ അങ്ങനെ വെറുതെ ചാവാൻ പാടില്ല. ചാവേണ്ടത് ജനങ്ങൾക്ക് നിന്നോടുള്ള ഭയമാ. ഇന്ന് ഈ നിമിഷം മുതൽ ആ ഏരിയ എന്റെയാ, എന്റെ.
ജനങ്ങളുടെ മുന്നിലിട്ട് പേപ്പട്ടിയെ പോലെ നിന്നെ തല്ലിക്കൊല്ലുന്നത് കാണാൻ പോലുള്ള ഭാഗ്യം നിന്റെ ഈ കാവൽ നായ്ക്കൾക്കുണ്ടാവില്ലടാ. അന്നുവരെ അവർ കണ്ടത് എൻ്റെ മകനെയായിരുന്നെങ്കിൽ അന്നു മുതൽ അവർ കാണാൻ തുടങ്ങിയത് ഒരു വിശ്വാസത്തെയാണ്, അവനിലുള്ള വിശ്വാസത്തെ. അണ്ണ, നമ്മൾ ഒപ്പിടാൻ നൽകിയ പേപ്പറുകളെല്ലാം അവർ കത്തിച്ചു കളഞ്ഞു. ആ ഏരിയയിലുള്ളവർക്കെല്ലാം അവനെ ഭയങ്കര വിശ്വാസമാണ്. അവൻ എന്തുണ്ടാക്കുന്ന എന്നാ ഉണ്ടാക്കട്ടെ. ഈ കാണുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാ. ഈ കാണുന്ന സാമ്രാജ്യങ്ങളെല്ലാം എനിക്ക് നേടാമെങ്കിൽ ഇതും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരുത്തന്റെ ഒരു ഔദാര്യം വേണ്ട എനിക്ക്. ഇന്നൊരുത്തൻ വന്നിരിക്കുന്നു എന്നെ ചേരയ്ക്കുമെന്നും പറഞ്ഞു. അണ്ണാ, അവനെ ഇങ്ങ് വിട്ടേക്ക്, ഞാൻ നോയിക്കോളാം. മോന്ത കണ്ടല്ലോ, ഇപ്പൊ ഒരു സൈഡ് മാത്രമല്ലേ പറഞ്ഞു പോയിരിക്കുന്നേ. ഒരു പ്രാവശ്യം കൂടെ അവന്റെ മുമ്പിൽ ചെന്ന് ചാടിയാ നിനക്ക് ജീവിക്കാനേ ഈ തലയുണ്ടാവില്ല. ധർമ്മ, അവൻ നിസാരക്കാരനല്ല. ഭയമെന്തെന്ന് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞാൽ അവൻ കേൾക്കുമോ? അവര് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം പേടിയെന്തെന്ന്. ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. കണ്ടിട്ട് ഒന്നിനും ഒരു കുറവും കാണുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ധർമ്മയുടെ എന്തിനാ ചെറുക്കൻ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? തന്തയാണെങ്കിൽ നേരത്തെ എങ്ങ് പോയി. ചെറുക്കൻ ഒരുത്തനുള്ളത് തള്ളയ്ക്ക് വായ്ക്കരിയിടാനെങ്കിലും വേണ്ടേ? ഇനിയിപ്പോൾ അവനങ്ങ് തട്ടിപ്പോയാലേ ആര് വായ്ക്കരിയിടും? അതുകൊണ്ട് പറഞ്ഞേക്കവനോട് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടാന്ന്. ചെറുപ്പത്തിൽ സ്കൂളിൽ അവൻ്റെ കുസൃതിത്തരങ്ങൾ കൂടുമ്പോൾ ടീച്ചർ അവനെ പറ്റി പല പല കംപ്ലൈൻറ്റുകളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അവനെപ്പറ്റി ചെറിയൊരു ഭയം നിങ്ങൾക്കും തോന്നിയല്ലേ? നീ ഞൊട്ടു. അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്തിരിക്കും. അവൻ എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക്, വാശി കാണിക്കാതെ. ഒരു കെട്ടിയവും പോലും ഇല്ലാത്ത നിന്നെപ്പോലെ തന്തയില്ലാത്തവന്മാർ പറയും കെട്ടിയോൻ ചത്തുപോയി, കെട്ടിയോൻ ചത്തുപോയി എന്നൊക്കെ. പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അസലൊരു ആൺകുട്ടിയെ തന്നിട്ട് പോയി. ഇറങ്ങിവിടുന്നു. അതെ, പോകാം നമുക്ക്. ഡോക്ടർ, സാറിന് BP അല്പം കൂടുതലാ. ടാബ്ലറ്റ് കൊടുത്തിട്ട് വിട്ടാൽ മതി. തള്ളയും മോനും ഈ ടൈപ്പാണെങ്കിൽ ആ തന്ത എന്തുമായിരിക്കും? ധർമ്മ, നമ്മൾ പേടിക്കണം. അവനെ എത്രയും പെട്ടെന്ന് മരിക്കാനുള്ള വഴി ആലോചിക്കണം. റാം, എന്താ മാവ? മോനെ ഇവിടെ ഹലോ. അയ്യോടാ, നിന്റെ ഏരിയയിലേക്ക് ഞങ്ങളൊന്ന് ഇറങ്ങിയിരിക്കുക. ഇപ്പൊ നിന്റെ അമ്മ എവിടെയാന്ന് അറിയൂ നിനക്ക്? അമ്മേ, അമ്മയെ കാണണോടാ? നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. നിനക്ക് അമ്മയെ കാണണമെങ്കിലേ നീ ഇങ്ങോട്ട് വാ.
ഹലോ. നിന്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട് മോനെ. മഞ്ജു ഇപ്പൊ അവൾ എവിടെ ഉണ്ടടാ? നീ ഇവളെ ഇവിടെ വിട്ടേച്ച് പോയത് എന്തിനാടാ? ഇവളെ ജീവനോടെ വേണമെങ്കിൽ ഇവിടെ വാ, ഇല്ലെങ്കിൽ മോനെ. ഇതുവരെ നീ എന്നെ കുറിച്ച് വല്ലവരും വല്ലതും പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നീ കണ്ടോ സിംഹം വേട്ടയ്ക്കിറങ്ങുന്നത് എങ്ങനെയാണെന്ന്? ഇപ്പൊ എന്ത് വേണമെന്നോ എങ്ങനെ വേണമെന്നോ തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ നിനക്ക് തരുവാടാ നായേ. പറയടാ, എവിടെ ഉണ്ടണ്ണ? എന്തു പറ്റി? വന്നണ്ണ അവനിവിടെ നമ്മുടെ മോളുമായിട്ട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുക. അണ്ണാ, അവളെ ഒന്നും ചെയ്യണ്ട. എന്തു പറ്റി അണ്ണാ? ഒന്നും ചെയ്യണമെന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഹലോ, എന്താ? എത്രയും പെട്ടെന്ന് എല്ലാം നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരാൻ പറ. എല്ലാം നിർത്തിക്കോ, ഒന്നും ചെയ്യണ്ട. പറയണ. അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്താ പ്രശ്നം? ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ശരിയാണ. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നാ ചെല്ല്. എന്താടാ, നിന്റെ വേട്ട അവസാനിപ്പിച്ചല്ലേ? നിന്റെ മോൾ എത്ര ഭാഗ്യമുള്ളവളാ. നിന്നെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ നീ ആ കോളനിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റാതെ തോറ്റ് പിന്തിരിഞ്ഞോടി വന്നപ്പോ അവിടെ ഉള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി, നിന്നെ കൊണ്ടൊരു കോപ്പിനും പറ്റില്ലെന്ന്. ഇനിയിപ്പോ ഒന്നേ ബാക്കിയുള്ളൂ, ആ ഏരിയയിലുള്ളവരെല്ലാം നിന്നെ പട്ടിയെ പോലെ കൊല്ലുന്നത്. ആരെയാടാ നീ ഉടുക്കൂട്ടി പേടിപ്പിക്കുന്നത്? ആ നാറികളുടെ അടുത്തേക്ക് വാടാ. വാ, അങ്ങോട്ട് വാടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം ആരാരെയാ പേടിക്കുന്നതെന്ന്. വന്ന് നോക്കടാ കള്ളനായേ. ആഹാ, നീ വന്നോ? ഇവന്മാരാണോ എന്നെ അങ്ങ് ചിരയ്ക്കാൻ പോകുന്നു പറഞ്ഞേ? വരാൻ പറയടാ. എവനെങ്കിലും എന്റെ മുമ്പിൽ വന്ന് ചങ്കൂറ്റത്തോടെ നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നെ അങ്ങ് പുളുത്താൻ പറയടാ. ഡേയ്, ഇങ്ങ് വാ. മോനെ, നിനക്ക് അവനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അവനെ കാണുമ്പോ എനിക്ക് അവന്റെ തലമണ്ട തല്ലി പൊട്ടിക്കാൻ തോന്നുന്നു. സബാഷ്, ഇവിടെ ഈ നിൽക്കുന്നവർക്ക് ആർക്കുമില്ലാത്ത ധൈര്യം നിനക്കൊണ്ടടാ. നീ എന്റെ കൂടെ വന്നോ. ഇനി കുറച്ചുനാൾ കൂടി നീ ഇവിടെ നിന്നാ നിന്റെ രക്തത്തിൽ അവശേഷിക്കുന്ന ധൈര്യം കൂടി ചോർന്നു പോകും. അത്രയ്ക്ക് നാണം കെട്ടവന്മാരാ ഇവിടെ ഈ നോക്കി നിൽക്കുന്നവന്മാരെല്ലാം. എന്നും അടിമകളെ പോലെ എല്ലാം കടിച്ചമർത്തി മനസ്സും തകർന്ന് എതിർക്കാനുള്ള ശേഷി പോലുമില്ലാതെ വെറും ശവങ്ങളായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരവരെല്ലാം. പേടി പോലും. ആരെയാ ഇവരിങ്ങനെ പേടിക്കുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് വേണ്ടി എഴുതിയവനെ നിങ്ങളുടെ മുമ്പിലിട്ട് കുത്തിക്കീറിയത്? നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവന്റെ ശവം പോലും വിട്ടുതരാഞ്ഞത്? ഭയപ്പെടാൻ ആളുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്താനും ആള് കാണും. നിങ്ങളിൽ 10 പേര് എതിർക്കാനുണ്ടെങ്കിൽ ഇവരെ പുറത്ത് 100 പേരെ നേരിടാം. അങ്ങനെ നിങ്ങളിൽ വരും 100 പേർ വിചാരിച്ചാൽ മതി ഇവനെ പോലെയുള്ള ആയിരങ്ങളെ നേരിടാൻ. നിങ്ങളെ ഓരോന്നായി കൊന്നൊടുക്കുന്നതിന് മുമ്പ് ഇവരിൽ ഒരുത്തിനെങ്കിലും കൊല്ലാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവണം. യുദ്ധം ചെയ്യാതെ യുദ്ധം ജയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ യുദ്ധം ചെയ്യാനുള്ള ധൈര്യമാണ് നമുക്കെല്ലാം വേണ്ടത്.
ഡാ എന്തു പറ്റിയിപ്പോ? കുറെ ചോന്നുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ ബലം കൂട്ടാമെന്നും ഒക്കെ പറയുന്നത് വെറും കഥയാടാ. സിംഹമെതിരെ വന്ന ഏത് മാൻപേടയും പേടിച്ചു പോവില്ലടാ. ഇതാ സത്യം. വിളിച്ചോ, എവനെ വേണമെങ്കിലും വിളിച്ചോ നീ. എന്താടാ പരട്ടക്കിളവ? ആ നിൽക്കുന്നവനെ കണ്ടിട്ടാണോ നീ വന്നത്? പോടാ. പോയില്ലെങ്കിൽ നിന്റെ മോനെ കൊന്നതുപോലെ നീ ഇവിടെ കിടന്ന് ചത്തെന്ന് വരും. അവനെ ചോനനുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്ക് ബലം കൂടുമെന്ന് പറയുന്നത് വെറും കഥയല്ല. ഇതാണ് സത്യം. ഇത്രയും നാൾ ഇവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ആ പേടിയുണ്ടല്ലോ, അതിപ്പം നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റും. ഇനി ഒരിക്കലും ഇവിടെ വരരുത്. വന്നാ നീ ജീവനോടെ ഉണ്ടായെന്ന് വരില്ല. ഒരിക്കലും ഒരു തരി മണ്ണ് പോലും നിനക്ക് ഇവിടുന്ന് കിട്ടില്ല. പോടാ, കേറി പോടാ. അവൻ ഇനി ഇങ്ങോട്ട് വരില്ല മോനെ. ഇത്രയും നാളും ഞങ്ങൾ ആരെങ്കിലും എതിർത്താ കൊന്നുകളയും വരുന്നവൻ. അവൻ പറയുന്നതും കേട്ട് അവന്റെ കാൽ കീഴിൽ വെറും തെണ്ടികളെ പോലെ കഴിയായിരുന്നു ഞങ്ങളെല്ലാവരും. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ജീവിതം ഒരു തന്തയില്ലാത്തവന്മാരുടെ ഔദാര്യമല്ലെന്ന്. പറയടാ. അവരിപ്പോ ഹൈദരാബാദിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ നീ തന്നെയായിരുന്നു നിന്റെ മകളെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്ലേ? ഞാൻ എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടുന്ന എന്തും ചെയ്യൂടാ. ഇൻസ്പെക്ടർ ബായ്. അവിഹിത ബന്ധം കൊണ്ട് ഭാര്യയെ കൊന്ന് ആത്മഹത്യ ചെയ്ത ഭർത്താവ് നാളത്തെ പത്രത്തിൽ വന്നിരിക്കണം. അജയ് അണ്ണാ, അവൾ എന്നെ മോഹിപ്പിച്ച് കളഞ്ഞു. നമുക്ക് ആ സത്യം കൊന്നു കളഞ്ഞേക്കാം. അവര് ഹൈദരാബാദിലെത്താൻ പാടില്ല. അത് ഞാൻ ഏറ്റെണ്ണ. എല്ലാ തെളിവുകളും നശിപ്പിച്ചേക്കണം. മറക്കണ്ട. അണ്ണാ, ബസ് അങ്ങോട്ട് ടേൺ ചെയ്തിട്ടുണ്ട്.
എന്താ ഇവിടെ പ്രശ്നം? മാറങ്ങോട്ട്. മാറാ പന്നികളെ. ഒന്നും ചെയ്യല്ലേ പ്ലീസ്, പ്ലീസ്. ഹാപ്പി ജേർണി. ദേവാ, ബസ് അങ്ങ് കത്തിക്കട്ടെ. ഈ ഏരിയയിൽ 18 വയസ്സ് തികഞ്ഞവരാരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ ഒപ്പ് ഇതിലുണ്ടാവണം. ഈ ഏരിയ മൊത്തം ധർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ മാറി തന്നേക്കാമെന്നും
അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ ഒബ്ജക്ഷൻ ഇല്ലെന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. അണ്ണാ 2 മാസത്തിനുള്ളിൽ എൻ്റെ മോളുടെ കല്യാണമാ. പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാ അത് കൊള്ളാം. എന്നാ നീ ഒരു പണി, നിന്റെ മോളെ എൻ്റെ കൂടെ പറഞ്ഞേച്ചേക്ക്. എന്തിനാ വെറുതെ കല്യാണമൊക്കെ? ഞാൻ അവളായിട്ടൊരു ഫസ്റ്റ് ഷോയും കഴിഞ്ഞ് പറഞ്ഞു വിട്ടേക്കാടാ. എവിടാ നിന്റെ മോള്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? നിനക്കൊക്കെ 2 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാവന്മാരും ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നിരിക്കണം. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തിരുമേനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ജീവനോടുണ്ട്. എവിടെ വെച്ച് വേണേലും കല്യാണം നടത്താം. എല്ലാരും ഇവിടെ ഇങ്ങനെ? നീ പോയി ഒപ്പിട്. ഒപ്പിടാനോ? എന്തിന്? മുരുകൻ ഇവിടെ വന്നിരുന്നടാ. എല്ലാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. എന്തിനാ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ മണ്ണി ജനിച്ച് ഇവിടെ വളർന്നിട്ട് എത്ര കഷ്ടപ്പെട്ടാ നമ്മളിതെല്ലാം ഉണ്ടാക്കിയത്. ഉള്ളതെല്ലാം മിച്ചം പിടിച്ചും പട്ടിണി കിടന്ന് മറ്റും നമ്മൾ ഉണ്ടാക്കിയതല്ലേ ഈ കാണുന്നതൊക്കെ. എന്നിട്ടെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞാ എവിടെ പോവച്ചാ നമ്മള്? എടാ എന്താടാ ഇങ്ങനെ? നീ കരയുന്നത് ഇവിടെ നിങ്ങൾ തളർന്ന ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ കരയേണ്ടി വരും. അതിനിടവരുത്തരുത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ മണ്ണെന്ന് നീ മുമ്പേ പറഞ്ഞില്ലേ? എന്നിട്ട് ഇത് നഷ്ടപ്പെടുത്തണം നിനക്ക്? ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ചെന്ന് ചോദിക്കും. അവരെന്നെ കൊല്ലൂടാ. നിങ്ങൾ ഇനിയും അവൻ ജീവനോട് വെച്ചേക്കെന്ന് തോന്നുന്നുണ്ടോ? അവൻ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള പേടി കൊണ്ട് ഓരോ നിമിഷവും നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ഡേ ചരൺ, ഇത് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നമ്മുടെ കോളേജിൽ ഇതുപോലെ സിമ്പിൾ പ്രശ്നമല്ലത്. ധർമ്മയോടവൻ. ധർമ്മയെന്ന് വെച്ചാരാടാ? അവനെന്താ മനുഷ്യനല്ലേ? ഒരെണ്ണം കൊടുത്താൽ അവന് വേദനിക്കില്ലേ? കുത്തിയാൽ അവന്റെ ദേഹത്തുനിന്ന് ബ്ലഡ് വരില്ലേ? മോനെ, നിന്റെ ലോകം വേറെ, ഞങ്ങളുടെയൊക്കെ ലോകം വേറെ. അവനെ എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ലാഞ്ഞിട്ടാ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ എവിടെങ്കിലും കിടന്ന് മരിക്കണം. എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നത്? ഇനി സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഇവൻ പറഞ്ഞത് ശരിയാ. ഇത്രയും പേരുണ്ടായിട്ടും എന്താ അവനെ എതിർക്കാൻ ആർക്കും വയ്യേ? ആരോടാ നീ എതിർക്കുന്നേ? ആ നിൽക്കുന്നവരുടെയൊക്കെ അനുഭവം നിനക്ക് അറിയാലോ. എതിർക്കാൻ നടക്കുന്ന ഒരുത്തനെ കണ്ടില്ലേ? ശാരദേ, എവനൊന്ന് വിളിച്ചോണ്ട് പോ. മോനെ, മോൻ ചെല്ല്. വീട്ടിൽ ചെന്ന് AC ഒക്കെ ഇട്ടുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങ്. ചെല്ല്. It's almost 3,000 crore project. It's 3 lakh square feet build-up area. ఈ ప్రాజెక్ట్లో షాపింగ్ మాల్స్, మల్టీప్లెక్సెస్, IT పార్క్. ആ കോളനി താമസിക്കുന്നൊരുത്തിന് അണ്ണനെ കാണാൻ വന്നിരിക്കുന്നു. ഏയ് വാ. 2 മാസത്തിനകം അവിടെ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് സാറ് പറഞ്ഞിരുന്നല്ലേ? 400-ലധികം കുടുംബങ്ങളാണ് സാർ ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. അതിന് ഇവിടുന്ന് വിചാരിച്ചാൽ വേറെ എവിടേക്കെങ്കിലും ആ പ്രോജക്റ്റ് മാറ്റാൻ No chance. ഈ ചെയ്യുന്നത് ക്രൂരതയായി പോയി സാർ. ഞങ്ങളെയൊക്കെ വഴിയാധാരമാക്കിയിട്ട് നീയൊക്കെ അവിടെ എന്തുണ്ടാക്കാൻ പോവാ? ഇന്ന് വരെ ഈ ഗേറ്റ് കിടന്ന് ഒരുത്തനും ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാനിവിടെ വന്നു. നാളെ മറ്റൊരുത്തനായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഇനി 1000 പേര് നിന്നോട് ചോദിക്കാൻ ഇവിടെ വന്നിരിക്കും. അപ്പൊ നീയൊക്കെ എന്ത് ചെയ്യൂടാ? നീ പറഞ്ഞത് വളരെ ശരിയാടാ. ഒരുത്തന്റെ ശബ്ദം ഇന്ന് എനിക്കെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ
നാളെ മറ്റൊരുത്തിന്റെ ശബ്ദം ഉയർന്നിരിക്കും. അത് സംഭവിച്ചുകൂടാ. മുരുക, നായിന്റെ മോൻ പറഞ്ഞത് കേട്ടില്ലേ? എന്നോട് ചോദിക്കാൻ 1000 പേര് വരുമെന്ന്. വരട്ടെ. ആ ഗേറ്റ് കടന്ന് ഇവിടെ വരാൻ ഏതെങ്കിലും ഒരുത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഈ ശവം കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ഇവന് ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ. ഇപ്പൊ മനസ്സിലായോ മോനെ, എന്തിനാ എന്റെ കുഞ്ഞിനെ ഞാൻ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന്? അത് തന്നെ സംഭവിച്ചില്ലേ ഇപ്പോ? അവന്റെ അമ്മയ്ക്ക് അവനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യും ഞങ്ങളിനി? ഇവിടെ ഒരാൾക്ക് പോലും അവന്റെ ശരീരം ഇവിടെ എത്തിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അവന്റെ വീട് എവിടെടാ? ചരൺ, ഒന്നും വേണ്ടടാ, വിട്ടേക്ക്. ധർമ്മയോടെ എന്തിനാ? അവന്റെ വീട് എവിടെടാ?
അവനെപ്പോലൊരു പാവത്തിനെ കൊന്നുകളഞ്ഞ നിനക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. ഇപ്പൊ ഇവിടെ ഈ നിമിഷം വരെ നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ നിന്റെ ഓരോ പ്രവൃത്തികൾക്കുമുള്ള ശിക്ഷ ഞാൻ തരാൻ പോവാ. ഇപ്പം നിന്നെ എനിക്ക് കൊല്ലണമെന്നുണ്ട്. പക്ഷെ നീ അങ്ങനെ വെറുതെ ചാവാൻ പാടില്ല. ചാവേണ്ടത് ജനങ്ങൾക്ക് നിന്നോടുള്ള ഭയമാ. ഇന്ന് ഈ നിമിഷം മുതൽ ആ ഏരിയ എന്റെയാ, എന്റെ. പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിലിട്ട് പേപ്പട്ടിയെ പോലെ നിന്നെ തല്ലിക്കൊല്ലുന്നത് കാണാൻ പോലുള്ള ഭാഗ്യം നിന്റെ ഈ കാവൽ നായ്ക്കൾക്കുണ്ടാവില്ലടാ. അന്നുവരെ അവർ കണ്ടത് എൻ്റെ മകനെയായിരുന്നെങ്കിൽ അന്നു മുതൽ അവർ കാണാൻ തുടങ്ങിയത് ഒരു വിശ്വാസത്തെയാണ്, അവനിലുള്ള വിശ്വാസത്തെ.